ഡോക്ടറെ കയ്യിനും കാലിനും ഭയങ്കര പെരുപ്പാ. ഇടയ്ക്ക് വെച്ചിട്ട് ഒരു ബേണിംഗ് സെൻസേഷനും ഉണ്ട്. കാല് തറയിൽ വെക്കുന്നത് പോലും അറിയുന്നില്ല. ഇത് എന്തുകൊണ്ടാ? കേട്ടിട്ട് പെരിഫറൽ ന്യൂറോപ്പതി ആണ് പ്രശ്നം. പെരിഫറൽ ന്യൂറോപ്പതിയോ? കേട്ടിട്ട് എന്നെ പേടിയാവണോ? ഇത് വല്ല കൂടി തന്നെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണോ? സീരിയസ് ആണോ എന്ന് ചോദിച്ചാൽ സീരിയസ് തന്നെയാണ്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാലിലും കയ്യിലുള്ള നാഡികളില്ലേ, അതായത് ഞരമ്പുകൾ, നെർവ്സ്, ഈ നെർവ്സ് ഡാമേജ് ആകുമ്പോൾ, അതായത് നെർവ്സ് തകരാറിലാവുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് ഈ കാലിനും കയ്യിലും പെരുപ്പ്, ഒരു ബേണിംഗ് സെൻസേഷൻ, ചില സമയത്ത് ഇക്കിളിയാകുന്നത് പോലെയും ചെറിയൊരു വേദന കാര്യങ്ങളൊക്കെ തോന്നുന്നത്. ഈ നെർവ്സ് തകരാറിലാവുമ്പോൾ നമ്മൾ ബ്രെയിനിൽ നിന്ന് അയക്കുന്ന സിഗ്നൽസ് ഒന്നും കറക്റ്റ് ആയിട്ട് നമ്മുടെ അടുത്ത് എത്തില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇലക്ട്രിക് വയറുകളില്ലേ, ഈ വയറുകൾ കൃത്യമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, വേറെ ഡാമേജ് ഒന്നും ഇല്ലെങ്കിലാണ് നമുക്ക് കറണ്ട് കാര്യങ്ങൾ, ലൈറ്റ് കത്ത, ഫാന് കറങ്ങുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അപ്പൊ ഈ വയറിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ നടക്കുമോ? ഇല്ലല്ലോ. അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തും. ഒരു ഇലക്ട്രിക് വയർ പോലെയാണ് നമ്മുടെ നെർവ്സ് കാര്യങ്ങളൊക്കെ. ബ്രെയിനിൽ നിന്ന് കൊടുക്കുന്ന സിഗ്നൽസ്, അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ കാല് തറയിൽ വെക്കുമ്പോൾ നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കുന്നത്? ആ നെർവ്സിലൂടെ സിഗ്നൽസ് ബ്രെയിനിലോട്ട് പോയിട്ടാണ് നമ്മൾ അറിയുന്നത്. അപ്പൊ ഈ നെർവ്സ് ഡാമേജ് ആകുമ്പോൾ ഈ സിഗ്നലുകളൊന്നും നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടില്ല. പക്ഷെ ഇത് എന്തുകൊണ്ടാണ് എനിക്ക് വരുന്നത്? ഇത് പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് വരാം. മെയിൻ ആയിട്ട് പറയാ വെച്ച് കഴിഞ്ഞാൽ ഡയബറ്റീസ്, അതായത് നമ്മുടെ രക്തത്തിൽ ഷുഗറിന്റെ അളവ് വളരെയധികം കൂടുതലായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മുടെ നെർവ്സ് എല്ലാം തകരാറിലായി തുടങ്ങും. അപ്പൊ അത് കാരണം വരാം. അല്ലെങ്കിൽ വൈറ്റമിൻ ഡെഫിഷ്യൻസി, അതിൽ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ വിറ്റമിൻ ബി 12 ശരീരത്ത് വളരെയധികം കുറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഈ സിംറ്റംസ്, അതായത് ലക്ഷണങ്ങൾ കാര്യങ്ങൾ വരാവുന്നതാണ്. പിന്നെ ഒരുപാടുള്ള മദ്യപാനം, സിഗരറ്റ് വലി ഒക്കെ ഇതിനെ ബാധിക്കും. അത് മാത്രമല്ല, ഇൻഫെക്ഷനുകളാണെങ്കിലും ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറുകളാണെങ്കിലും ഇത് ഒരു കാരണമാണ്. പിന്നെ പലപ്പോഴും കൊളസ്ട്രോൾ കൂടുതലായാലും ഈ കാലിന് കയ്യിന് പെരുപ്പൊക്കെ കാര്യങ്ങൾ വരാറുണ്ട്. പിന്നെ ഒരു റീസൺ ആണ് നമ്മൾ കഴിക്കുന്ന മെഡിസിൻസ്. അതിന്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ടും ചിലപ്പോൾ ഇങ്ങനെ സംഭവിക്കാം. അയ്യോ, അപ്പൊ ഡോക്ടർ പറഞ്ഞു വരുന്നത് എനിക്ക് ഡയബറ്റീസ് ഉണ്ടെന്നാണോ? ചിലപ്പോൾ ആയിരിക്കാം കേട്ടോ. ഒരു റീസൺ ആണ്, മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ ആണ് ഡയബറ്റീസ് എന്നുള്ളത്. രക്തത്തിൽ ഷുഗറിന്റെ അളവ് ഒരുപാടായിട്ട് കൂടുമ്പോൾ കുറച്ച് നാള് കഴിയുമ്പോൾ നമുക്ക് ഈ നെർവുകളിൽ ഈ ടിംഗ്ലിംഗ് സെൻസേഷൻ, അതായത് ഒരു ഇക്കിളിയാകുന്ന പോലെയും പെരുപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് അനുഭവപ്പെടും. അതാണ് ഡയബറ്റീസ് പേഷ്യൻസിന് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇവർക്ക് ഈ ഒരു ലക്ഷണങ്ങൾ കാണിച്ച് ഇവർ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഷുഗർ ലെവൽ കൂടുതലായിട്ട് മനസ്സിലാക്കുന്നത്. നമ്മുടെ രക്തത്തിൽ ഷുഗർ വളരെ കൂടുതലാണെങ്കിൽ അത് സ്വാഭാവികമായിട്ടും നമ്മുടെ നെർവ്സിനെ തകരാറിലാക്കും. കേട്ടിട്ട് എന്നെ പേടിയാവുന്നു. ഞാൻ ഇത് ശ്രദ്ധിക്കാതെ വിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മളിത് കാര്യമായിട്ട് എടുക്കാതെ മരുന്നുകളോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അസുഖം മാറാനായിട്ടുള്ളതൊന്നും തന്നെ ചെയ്തില്ലെങ്കിൽ ഇത് കൂടുതലായിട്ട് വരും. അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ കയ്യിലും കാലിലും അറ്റത്തെ കാര്യങ്ങളോ അല്ലെങ്കിൽ വിരലുകളിലും ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് പെരുപ്പ് അനുഭവപ്പെടുക. അത് ട്രീറ്റ് ചെയ്യാണ്ട് വിടുകയാണ്, അല്ലെങ്കിൽ കൃത്യസമയത്ത് അതിനുള്ള പ്രിക്കോഷൻസ് കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല, മാനേജ് ചെയ്യുന്നില്ല എങ്കിൽ ഇത് പയ്യെ കാലിലോട്ട് കയറി പിന്നെ ഓരോ പോർഷനിലായിട്ട് ശരീരത്തിലോട്ട് കയറി വരും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാകും? പിന്നീട് അങ്ങോട്ട് സെൻസേഷനേ ഇല്ലാത്ത രീതിയിലോട്ട് പോകും. അങ്ങനത്തെ ഒരു സ്റ്റേജ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ വളരെ ഡേഞ്ചറസ് ആണ്. കാരണം കാല് എവിടെയെങ്കിലും പോയി ഇടിച്ചാലോ അല്ലെങ്കിൽ ഒരു മുറിവ് സംഭവിച്ചാലോ നമ്മൾ അറിയില്ല. കാരണം നമുക്ക് അവിടെ പ്രത്യേകിച്ച് സെൻസേഷൻ ഒന്നും ഇല്ലാണ്ടാകുമ്പോൾ ഉള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. മാത്രമല്ല, നമ്മൾ ട്രീറ്റ് ചെയ്യാതെ വിടും തോറും നമ്മുടെ വേദനകൾ തന്നെ വളരെ ഷാർപ്പായിട്ട് തുടങ്ങും. അതായത് ഇപ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അങ്ങനെ ആയിരിക്കില്ല. വളരെ ഷാർപ്പായിട്ടുള്ള വേദനയും ഒരു ബേണിംഗ് സെൻസേഷനും വീക്ക്നെസ്സും ഒക്കെ നമുക്ക് തോന്നി തുടങ്ങും. അപ്പോൾ എപ്പോഴും സ്റ്റാർട്ടിങ്ങിൽ തന്നെ ട്രീറ്റ്മെന്റുകൾ ആരംഭിക്കാനായിട്ട് ശ്രമിക്കുക. കാര്യമാക്കിയില്ലെങ്കിൽ പ്രശ്നം തന്നെയാണ്. കാരണം അത് സിവിയർ ആയിട്ടുള്ള നെർവ് ഡാമേജിലോട്ട് പോകും. അപ്പൊ അങ്ങനെ ഒരു നെർവ് ഡാമേജ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഷുഗറും കൂടി ഉണ്ടെങ്കിൽ കാലിന്റെ ഭാഗമൊക്കെ പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഉണങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ അറിയില്ല പൊട്ടിയത്. അപ്പൊ ഒരുപാട് ചോര വാർന്നു പോകും. പിന്നെ ഒരു അൾസറേഷൻ രീതിയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. അത് ഉണങ്ങാനായിട്ട് ബുദ്ധിമുട്ടാണ്. നല്ല വേദന കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ എപ്പോഴും ഇഗ്നോർ ചെയ്യാതെ പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെന്റുകൾ എടുക്കാൻ നോക്കുക. ഞാൻ ഇനി ഇത് എങ്ങനെ ശരിയാക്കുക? മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് ഷുഗർ, കൊളസ്ട്രോൾ കാര്യങ്ങളൊക്കെ എപ്പോഴും ചെക്ക് ചെയ്യുക. അത് കൂടുതലാണെങ്കിൽ തന്നെ കറക്റ്റ് ആയിട്ടുള്ള പ്രിക്കോഷൻസ് കാര്യങ്ങളൊക്കെ എടുത്ത് അത് സ്റ്റേബിൾ ആക്കി കൊണ്ടുവരാനായിട്ട് നോക്കുക.
പിന്നെ നെർവ്സിന് ആവശ്യമായിട്ടുള്ള വിറ്റമിൻസ് കഴിക്കുക. അതായത് വിറ്റമിൻ B12 ആണെങ്കിലും B6 ആണെങ്കിലും ഇതൊക്കെ കിട്ടുന്ന കുറച്ച് സോഴ്സുകളാണ് പാൽ ഐറ്റംസ്, അതുപോലെ തന്നെ ഇറച്ചിയിൽ. ഇപ്പോൾ ബീഫിലൊക്കെ ആണെങ്കിൽ നന്നായിട്ട് B12 കിട്ടും, മുട്ട കാര്യങ്ങളിലാണെങ്കിൽ B6 കിട്ടും, ചീര കാര്യങ്ങളിൽ കിട്ടും, സ്വീറ്റ് പൊട്ടറ്റോ മധുരക്കിഴങ്ങിലൊക്കെ കിട്ടും. മധുരക്കിഴങ്ങ് എന്ന് പറയുന്നത് ഷുഗർ ഉള്ള ആൾക്കാർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണം തന്നെയാണ്. അത് ഷുഗർ പെട്ടെന്ന് അങ്ങനെ കൂട്ടോ കാര്യങ്ങളോ ഒന്നും ചെയ്യില്ല. അതിൽ നന്നായിട്ട് ഫൈബർ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ സ്റ്റേബിൾ ആക്കാനായിട്ട് സഹായിക്കും. പിന്നെ എക്സസൈസുകൾ കൃത്യമായിട്ട് ചെയ്യാം. നമുക്ക് എപ്പോഴും ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് അങ്ങോട്ടേക്ക് എത്തിയാലാണ് ശരിയാകുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള എക്സസൈസുകൾ ചെയ്തിരിക്കണം. പിന്നെ മദ്യപാനം, സിഗരറ്റ് വലി ഒക്കെ കാര്യങ്ങളുള്ള ആൾക്കാരാണെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുക. അത് ഇതിനെ വേഴ്സൺ ആക്കേ ഉള്ളൂ. പിന്നെ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ കാലുകളൊക്കെ സൂക്ഷിക്കുക. അതായത് കറക്റ്റ് ആയിട്ടുള്ള സോക്സ്, ഷൂ കാര്യങ്ങളൊക്കെ ഒരു മുറിവ് വരാതെ നോക്കുക. ഇതെന്റെ ഞരമ്പുകളെ മാത്രമല്ല, കംപ്ലീറ്റ് ലൈഫ് സ്റ്റൈല് ചേഞ്ച് ആക്കിയല്ലോ. അതെ, സത്യമാണ്. പെരിഫറൽ ന്യൂറോപ്പതിക്ക് നമുക്ക് 1-2 ദിവസം കൊണ്ട് നമുക്കത് ഇല്ലാതാക്കാനായിട്ട് സാധിക്കില്ല. പക്ഷേ നമ്മളിത് ഇഗ്നോർ ചെയ്ത് വിടുകയാണെങ്കിലും ഒരുപാട് സീരിയസ് ആയിട്ടുള്ള കണ്ടീഷനിലോട്ട് ഇത് പോകും. അപ്പൊ നമ്മളിത് അറിഞ്ഞ ഉടനെ തന്നെ ട്രീറ്റ്മെന്റുകൾ എടുക്കാനായിട്ട് നോക്കുക. നമ്മൾ വരാതെ സൂക്ഷിക്കാനായിട്ടുള്ള പ്രിക്കോഷൻസ് എടുക്കുക. താങ്ക് യു ഡോക്ടറെ. ഞാൻ എന്തായാലും എൻ്റെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആക്കാൻ പോവാ. ഇനി അത് കാരണം എൻ്റെ ശരീരം ബുദ്ധിമുട്ടണ്ട. ജാഗ്രത എപ്പോഴും നല്ലതാണ്. നമ്മളൊരു അസുഖം സ്റ്റാർട്ടിങ്ങിൽ തന്നെ ട്രീറ്റ്മെന്റുകൾ എടുക്കുകയാണെങ്കിൽ നമുക്കത് റിവേഴ്സ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. അത് ഒരുപാട് നമ്മൾ ഇഗ്നോർ ചെയ്ത് വിടുമ്പോഴാണ് ഇത് നമുക്ക് ഒട്ടും തന്നെ ട്രീറ്റ്മെന്റുകൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടിലോട്ടൊക്കെ പോകുന്നത്. അപ്പോൾ ഒരുപാട് ലേറ്റ് ആകുന്നതിന് മുന്നേ പ്രിക്കോഷൻസ് കാര്യങ്ങളൊക്കെ എപ്പോഴും എടുത്തിരിക്കുക. അപ്പോൾ ഇതുപോലെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് അയച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ആയുർജനിന്റെ യൂട്യൂബ് ചാനലും ഫോളോ ചെയ്യുക, ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ഡെയിലി അവർ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആയുർജൻ ക്ലിനിക്ക് പത്തനംതിട്ട ജില്ലയിൽ വടശ്ശേരിക്കര ഭാഗത്താണ് ഉള്ളത്. അപ്പോൾ നേരിട്ട് വരാവുന്നവർ നേരിട്ട് വരിക, അല്ലെങ്കിൽ ഓൺലൈൻ കൺസൾട്ടേഷൻ ആണെങ്കിലും നമുക്ക് അവൈലബിൾ ആണ്. അതിന് താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി. ഞാനെന്നാൽ അവരെ ഫോളോ ആക്കട്ടെ.